ഹായ് എവ്രി വൺ. എൻ്റെ പേര് നിഖിൽ. ഞാൻ UK NHS ഒരു പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് ആണ്. ഈ പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് എന്നുള്ളത് എൻ്റെ സെക്കൻഡറി റോളാണ്. പ്രൈമറി റോളിൽ ഞാനൊരു ക്ലിനിക്കൽ എഡ്യൂക്കേറ്റർ ആണ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ നേഴ്സ് അഡ്വക്കേറ്റിനെ കുറിച്ച് ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തപ്പോഴേക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഈ നേഴ്സ് അഡ്വക്കേറ്റ് എന്ന റോൾ എന്താണ്, അതിലെന്തൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഒരു നേഴ്സ് അഡ്വക്കേറ്റ് ആയത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് അഡ്വക്കേറ്റിൻ്റെ റോൾ എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും അതേപോലെ ഒരു നേഴ്സ് അഡ്വക്കേറ്റ് ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നേഴ്സ് അഡ്വക്കേറ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെ ഏരിയാസിലാണ് ഒരു നേഴ്സ് അഡ്വക്കേറ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ PNA എന്നുള്ളൊരു കോൺസെപ്റ്റ് NHS ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. കോവിഡ് പാൻഡമിക്കിൻ്റെ ടൈമിൽ സ്റ്റാഫ് എല്ലാം ഒരുപാട് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൂടെ പോവുകയും അധിക സ്റ്റാഫും ജോബ് ക്വിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു റോള് ഡെവലപ്പ് ചെയ്തെടുത്തത്. അഡ്വക്കേറ്റ് റോള് ആദ്യം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് മിഡ് വൈഫറിയിലാണ്. പിന്നെ അതിനുശേഷം അത് സക്സസ് ആയതിനു ശേഷമാണ് ബാക്കിയുള്ള എല്ലാ നഴ്സിംഗ് ഏരിയസിലേക്കും ഈ ഒരു PNAs എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. നേഴ്സ് അഡ്വക്കേറ്റ്സിന്റെ ജോബ് മെയിനായിട്ടും 4 ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ ഏരിയ ആണ് റീസ്റ്റോറേറ്റീവ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു RCS അല്ലെങ്കിൽ റീസ്റ്റോറേറ്റീവ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് സ്റ്റാഫിൻ്റെ ഇമോഷണൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സേഫ് ഏരിയ ആണ്. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടോ ഉള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കാരണം അവർ സ്ട്രെസ്ഡ് ആണ്, അവർക്ക് വർക്ക് സ്പേസിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് ഈ നേഴ്സ് അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് വന്ന് ഈ കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴും സ്റ്റാഫുകളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നേരെ മാനേജറിൻ്റെ അടുത്ത് എസ്കലേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു സീനിയർ സ്റ്റാഫുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് സോർട്ട് ചെയ്താൽ മതി എന്ന്. പക്ഷേ ഈ ഒരു സ്റ്റാഫിന് ഇഷ്യൂ ഉള്ളത് ആ മാനേജറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫിൻ്റെ അടുത്തോ തന്നെയാണെങ്കിൽ അവർക്കത് ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാതെ പോകും. ആ ഒരു ഇഷ്യൂ ഉള്ളിൽ തന്നെ വെച്ച് അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പം ഇവിടെയാണ് ഈ പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ വേറെ ആരുടെ അടുത്തും അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത എന്തെങ്കിലും ടോപ്പിക് ആണെങ്കിൽ പോലും അവർക്ക് ഇത് പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് വന്ന് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യലും പ്രൈവറ്റും ആയിരിക്കും, അത് വേറെ ആരുടെ അടുത്തും നമ്മൾ ഷെയർ ചെയ്യില്ല അൺലെസ് എന്തെങ്കിലും സേഫ് ഗാർഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ മാത്രമേ അത് നമ്മൾ വേറൊരു അതോറിറ്റീനെ അറിയിക്കേണ്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം പ്രൈവറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ളൊരു അഷുറൻസ് കൊടുത്തതിന് ശേഷമാണ് ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെടുത്ത് ഒരു സ്റ്റാഫ് വന്നൊരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുമ്പോഴേക്കും നമ്മളത് കേട്ട ശേഷം അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, പിന്നെ അതേപോലെ തന്നെ ഈ പ്രോബ്ലത്തിൽ നിന്ന് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ കൊണ്ട് തന്നെ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു RCSൻ്റെ അണ്ടറിൽ PNAs പൊതുവെ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ സ്റ്റാഫിന് എന്തെങ്കിലും റെഫറൽ ആവശ്യമാണെങ്കിൽ, ലൈക്ക് സ്റ്റാഫ് വെൽബീയിങ് സപ്പോർട്ട് ഗ്രൂപ്പിലേക്കൊക്കെ റെഫറലൊക്കെ ആവശ്യമാണെങ്കിൽ ആ റെഫറലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ സപ്പോർട്ട് ഗ്രൂപ്പിലേക്കൊക്കെ റെഫർ ചെയ്യുക എന്നുള്ളതും PNAസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് RCSൻ്റെ അണ്ടറിൽ. നമ്മുടെ മുന്നിൽ ഒരു ഇഷ്യൂ ആയിട്ട് എത്തുന്ന സ്റ്റാഫിൻ്റെ പ്രോബ്ലംസ് എല്ലാം കേട്ട ശേഷം നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് ആ ആക്ഷൻ പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് അവരെ അടുത്ത് അഡ്വൈസ് ചെയ്യും. ഒരു സിറ്റിങ്ങിൽ ഈ ഒരു പ്രോബ്ലം റിസോൾവ് ആവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റിവ്യൂ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിട്ട് വീണ്ടും റീഅസസ് ചെയ്യും എത്രത്തോളം ആ പ്രോബ്ലം ഇപ്പം റിസോൾവ് ആയി, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ നമുക്ക് ഫർദർ ആക്ഷൻസ് എടുക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു റീസ്റ്റോറേറ്റീവ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്നുള്ള ഈ ഒരു സംഭവം കണ്ടക്ട് ചെയ്യുന്നത്. അതിന് കൂടെ തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പം അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതും, അതേപോലെ അവരുടെ പേഴ്സണൽ റെസിലിയൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറേ ടെക്നിക്സൊക്കെ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കും ഈ ഒരു RCSൻ്റെ സമയത്ത്, അല്ലെങ്കിൽ റീസ്റ്റോറേറ്റീവ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ്റെ സമയത്ത്. അപ്പോൾ ഇതാണ് ഒരു മെയിൻ ആയിട്ടുള്ള റോള് ഈ ഒരു നേഴ്സ് അഡ്വക്കേറ്റ്സ് ചെയ്യുന്ന ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീസ്റ്റോറേറ്റീവ് ക്ലിനിക്കൽ സൂപ്പർവിഷനാണ്. രണ്ടാമത് ഈ PNAs ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് മോണിറ്ററിങ്, ഇവാലുവേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഇവിടെ നമ്മൾ മെയിനായിട്ട് സ്റ്റാഫിൻ്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റി പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ ഒരു ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് ആണ്. ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റും ഒരു വാസ്റ്റ് ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ PNAസിൻ്റെ ഭാഗത്തു നിന്ന് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 1-2 പോയിന്റ്സ് ആണ് നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ്സ്, അതേപോലെ തന്നെ റിസർച്ചിൽ PNAസ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, അതുപോലെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴേക്ക് ആ ഇൻസിഡൻറ്റിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് ചെയ്ത് ഇനി അത്തരത്തിലുള്ള ഇൻസിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ നമ്മുടെ സർവീസ് യൂസറിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ഫീഡ്ബാക്ക് അഡ്രസ്സ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് അണ്ടറിൽ വരുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് PNAസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ അതാണ് ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ PNAസ് ഫോക്കസ് ചെയ്യുന്ന 4ാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. ഇവിടെ നമ്മൾ സ്റ്റാഫുകളുടെ ഫർദർ എഡ്യൂക്കേഷനും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിനും വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റും, എന്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന വേറെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് സ്റ്റാഫിൻ്റെ അപ്രൈസലിനും അതേപോലെ റീവാലിഡേഷനും NMC റീവാലിഡേഷനും വേണ്ട ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. ഇത് കൂടാതെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് PNAസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു PNA ആവാൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് ആവാൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് ആവാൻ വേണ്ട എസെൻഷ്യൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങളൊരു രജിസ്ട്രേഡ് നേഴ്സ് ആയിരിക്കണം, NMC രജിസ്ട്രേഡ് നേഴ്സ് ആയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് പ്രിപ്പറേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതൊരു കോഴ്സാണ്, ഒരു ലെവൽ 7 കോഴ്സാണ്. പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കസി അല്ലെങ്കിൽ പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് പ്രിപ്പറേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ്. UK-യിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ഈ കോഴ്സ് പാർട്ട് ടൈം ആയിട്ട് അവൈലബിൾ ആണ്. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷനും അതേപോലെ തന്നെ കോഴ്സ് റിക്വയർമെൻറ്റ്സും അസൈൻമെൻറ്റ്സും എല്ലാം നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇത് സെയിം ആയിരിക്കണമെന്നില്ല. ചില യൂണിവേഴ്സിറ്റിയിൽ റിക്വയർമെൻറ്റ്സ് വേറെയാണ്, അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വേറെയാണ്. അപ്പോൾ അതെല്ലാം യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റ് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും പാർട്ട് ടൈം ആയിട്ട്, നമ്മൾ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് PNA എന്നുള്ളത്. ഓൺലൈനായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് UK-യിൽ. ഒരു PNA അല്ലെങ്കിൽ പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ PNAസിൻ്റെ റോളിലേക്കുള്ള ജോബുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഡിസൈഡ് ക്രൈറ്റീരിയ ആയിട്ട് ഓപ്ഷണലായിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻസും കൂടെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ലീഡർഷിപ്പ് ഏരിയ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ കോഴ്സസ് ചെയ്തിട്ടുണ്ടോ, മെൻ്റൽ ഹെൽത്ത്, കൗൺസിലിംഗ്, സൈക്കോളജി ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാർസ് അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡിസൈഡ് ക്രൈറ്റീരിയയിൽ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് എന്നുള്ളത് ഒരു വിസിബിൾ ലീഡർഷിപ്പ് റോളാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റാഫിൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു റോൾ ആയതുകൊണ്ട് തന്നെ ഈ ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഈ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഒരു ആഡഡ് ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് എന്നുള്ളത് ഒരു നോൺ ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ് നേഴ്സ് റോളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു പ്രൈമറി ജോബായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് ബാൻഡ് 6, ബാൻഡ് 7 ആൻഡ് എബവ് ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് എന്നുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പ്രൊഫഷണൽ നേഴ്സ് അഡ്വക്കേറ്റ് എന്നുള്ള ഈ റോളിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതാണ്. ഇനിയും നഴ്സിംഗ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള UK-യിലെ നഴ്സിംഗ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അറിയാൻ താല്പര്യമുള്ളത് അതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.